തൃശ്ശൂരിലെ തെരഞ്ഞെടുപ്പ് പ്രചാരണം ചൂടുപിടിക്കുകയാണ്. കാരണം ചുട്ടുപൊള്ളുന്ന ചൂടിലും തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിന് ഒട്ടും കുറവില്ല. കാരണം അത്രത്തോളം ആവേശത്തിലാണ് അവിടുത്തെ വോട്ടർമാരൊക്കെ. കാരണം എല്ലാ പ്രതീക്ഷകളും സുരേഷ് ഗോപി എന്നുള്ള NDA സ്ഥാനാർത്ഥിയിലാണ്. അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിൻ്റെ തെരഞ്ഞെടുപ്പ് പ്രചാരണ വേളയിൽ വലിയ രീതിയിലുള്ള ആവേശോജ്വലമായ ഊഷ്മളമായ സ്വീകരണമാണ് ഏറ്റുവാങ്ങുന്നത്. ഇടത് വലത് മുന്നണി സ്ഥാനാർത്ഥികളെ ബഹുദൂരം പിന്നിലാക്കിയിട്ടാണ് അദ്ദേഹത്തിൻ്റെ പ്രയാണം തുടരുന്നത്. ഇന്ന് പീച്ചി മണ്ഡലത്തിലാണ് അദ്ദേഹത്തിൻ്റെ തെരഞ്ഞെടുപ്പ് പ്രചാരണം. അതിൻ്റെ ആ ആവേശോജ്വലമായ ഊഷ്മളമായ സ്വീകരണങ്ങളുടെ വിശദാംശങ്ങൾ കൂടി രേഷ്മ. സുരേഷ് സൂചിപ്പിച്ചതുപോലെ തന്നെ ആവേശജലമായിട്ടുള്ള ഒരു പ്രചരണം തന്നെയാണ് സുരേഷ് ഗോപി നടത്തിക്കൊണ്ടിരിക്കുന്നത്. വലിയ രീതിയിലുള്ള ജനപങ്കാളിത്തം സുരേഷ് ഗോപിയുടെ പ്രചരണങ്ങളിലും അല്ലെങ്കിൽ അത്തരമുള്ള പ്രവർത്തനങ്ങളിലും ഒക്കെ ഉണ്ട്. റോഡ് ഷോയിലടക്കം വലിയൊരു ജനപങ്കാളിത്തം, പ്രത്യേകിച്ച് സ്ത്രീജന പങ്കാളിത്തം ഉണ്ടാകുകയും ചെയ്തിട്ടുണ്ട്. ഒന്നാം ഘട്ട പ്രചരണം അത് അവസാന ഒരു ലാപ്പിലേക്ക് എത്തുകയാണ്. ഇന്ന് പീച്ചി മണ്ഡലത്തിലാണ് സുരേഷ് ഗോപിയുടെ പ്രചരണ പരിപാടികൾ ഉള്ളത്. പീച്ചി മണ്ഡലത്തിൽ രാവിലെ തന്നെ ക്ഷേത്ര ദർശനത്തോടെയാണ് അദ്ദേഹം പ്രചരണം ആരംഭിക്കുന്നത്. അതിനുശേഷം വിവിധ സാമുദായിക അതോടൊപ്പം തന്നെ സാംസ്കാരിക നേതാക്കളെ അദ്ദേഹം നേരിട്ട് കാണും. അതോടൊപ്പം തന്നെയാണ് ഈ കോളനികൾ, അതോടൊപ്പം ഈ കൂട്ടായ്മകൾ സംഘടിപ്പിക്കുന്ന മറ്റ് പരിപാടികൾ, ഇവയിലൊക്കെ തന്നെ സുരേഷ് ഗോപി പങ്കെടുക്കും. അതിനുശേഷം ബിഷപ്പ് ഹൗസിലെത്തി ബിഷപ്പിനെ കാണുമെന്നാണ് അറിയാൻ സാധിക്കുന്നത്. എന്തായാലും റോഡ് ഷോ അടക്കം സജ്ജീകരിച്ചിട്ടുണ്ട്. ഈ റോഡ് ഷോയിലടക്കം നമുക്ക് കഴിഞ്ഞ ദിവസം അറിയായിരുന്നു വലിയ രീതിയിലുള്ള പങ്കാളിത്തം അത് വോട്ടായി മാറുമെന്ന് പ്രതീക്ഷ NDAക്കുണ്ട്. അതോടൊപ്പം തന്നെയാണ് ശക്തമായിട്ടുള്ള ഒരു മത്സരം ഉള്ള ഒരു മണ്ഡലം കൂടിയാണ് തൃശ്ശൂർ മണ്ഡലം. മറ്റ് സ്ഥാനാർത്ഥികളും മത്സര രംഗത്ത് അല്ലെങ്കിൽ പ്രചാരണ രംഗത്ത് സജീവമായി കഴിഞ്ഞിട്ടുണ്ട്. VS സുനിൽകുമാർ ആണെങ്കിലും K മുരളീധരൻ ആണെങ്കിലും വലിയ രീതിയിൽ ഒന്നാംഘട്ട പ്രചരണം മുന്നോട്ട് പോകുന്നുണ്ട്. എന്തായാലും ഇവരെക്കാൾ ഒക്കെ മുന്നോട്ട് പോകുന്ന ഒരു പ്രചരണം എന്ന് പറയുന്നത് സുരേഷ് ഗോപിയുടേത് തന്നെയാണ്. വലിയ ജനപങ്കാളിത്തം ഓരോ പ്രചരണ പരിപാടികളിലുമുണ്ട്. ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം കോളനികൾ കേന്ദ്രീകരിച്ചുള്ള ഒരു പ്രചരണത്തിനാണ് സുരേഷ് ഗോപി മുൻതൂക്കം കൊടുക്കുന്നത്. സാധാരണക്കാരെ നേരിട്ടറിഞ്ഞുകൊണ്ട് അവരുടെ പ്രശ്നങ്ങൾ കൂടി പഠിക്കാൻ ഈ പ്രചരണ പരിപാടിയിലൂടെ അദ്ദേഹം ഉദ്ദേശിക്കുന്നുണ്ട്. എന്തായാലും പീച്ചി മണ്ഡലത്തിലാണ് സുരേഷ് ഗോപിയുടെ ഇന്നത്തെ പ്രചാരണം. രാവിലെ ക്ഷേത്ര ദർശനത്തോടു കൂടിയാണ് അദ്ദേഹം പ്രചാരണ പരിപാടികൾ ആരംഭിക്കുന്നത്. അതിനുശേഷം ജനങ്ങളെ അദ്ദേഹം നേരിട്ട് കാണും, വോട്ട് അഭ്യർത്ഥിക്കും. എന്തായാലും തൃശ്ശൂരിൽ ഈ ഒരു BJPയുടെ NDAയുടെ പ്രചരണ പരിപാടികൾ കൊഴുക്കുകയാണ്. വലിയ പ്രചാരണത്തിൽ ബഹുദൂരം മുന്നിൽ തന്നെയാണ് സുരേഷ് ഗോപിയും NDAയും.